ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഇഷിത തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഒരുങ്ങി നിൽക്കുക. ആ സമയത്ത് സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇഷിത ഞാനും കൂടി വന്നോട്ടെ മോളെ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജുവും പറയണ്ട, അമ്മ പോയാൽ ശരിയാവില്ല, അവിടെ വെറുതെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അമ്മ പോവണ്ട എന്ന് പറയാണ്. എനിക്ക് മഹേഷിനൊന്ന് കാണണം എന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട, അമ്മ ഇപ്പം വരണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വിശേഷം നോക്കിയിട്ട് അമ്മേനെ വിളിക്കാം, അപ്പം കൊണ്ടുപോകാം എന്നൊക്കെ പറയാട്ടോ. മോളെ മഹേഷിന് എങ്ങനെയുണ്ടെന്ന് നോക്കണേ, എൻ്റെ മുരുക എൻ്റെ മഹേഷിന് ഒരു ആപത്തും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് സ്വപ്നവല്ലി. ശേഷം ഇഷിത വിഷമത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് അങ്ങ് പോകണം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇഷിത അടുത്ത് ഡോക്ടർ പറയേണ്ട മഹേഷിന് ചെറിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. എനിക്കപ്പോൾ കാണാവോ? കാണാൻ ചോദിച്ചാൽ ശരി കാണാം, അകത്ത് കയറി കണ്ടോളൂ. അയ്യോ ഞാൻ മാത്രമല്ല, അച്ഛനും ഇവിടെ ഇരിക്കുകയല്ലേ, അച്ഛനും കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ, ഞാനും അച്ഛനും കൂടി ഒന്ന് പോയി മഹേഷിനെ കണ്ടോട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി നിങ്ങൾ മാസ്ക് വെച്ചിട്ട് പോയി കണ്ടോ, ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാവട്ടോ. അങ്ങനെ ഇഷിതയും അതുപോലെ തന്നെ രാമനാഥനും കൂടി മഹേഷിനെ ഐസിയുള്ളിൽ കയറി കാണുവാണ്. മഹേഷ് നിഷിത വിളിക്കുന്നുണ്ട്, മഹേഷ് കണ്ണ് തുറക്കുന്നില്ല. അപ്പം നേഴ്സ് പറയേണ്ടത് വേണ്ട ഡോക്ടർ ഇപ്പം വിളിക്കേണ്ട, അദ്ദേഹം ഇപ്പോഴാണ് മരുന്നുകൾക്ക് പ്രതികരിച്ച് തുടങ്ങിയത്, അതുകൊണ്ട് ഇപ്പം വിളിച്ച് ശല്യം ചെയ്യേണ്ട, അദ്ദേഹം ഉറങ്ങിക്കോട്ടെ എന്ന് പറയാണ്. അപ്പം ഇഷിത കരയുമ്പോഴേക്കും രാമനാഥൻ പറയുന്നുണ്ട്, മോളെ ഇഷിത ഇത് കരയല്ലേ, അവൻ ഇനി ഒന്നും സംഭവിക്കില്ല, അവൻ പഴയതിനെക്കാളും നല്ല രീതിയിൽ തന്നെ അവൻ തിരിച്ചു വരുമോളെ, എനിക്ക് വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിതനെ സമാധാനപ്പെടുത്താണ് രാമനാഥൻ കേട്ടോ. അതേസമയം രചനയും ഹോസ്പിറ്റലിലേക്ക് രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളി വരുവാട്ടോ, മഹേഷിനെ കാണാനായിട്ട് അവകാശം സ്ഥാപിക്കാനായിട്ട് വരുവാണ്. അപ്പോൾ സുമിത പറയുന്നുണ്ട്, മഹേഷ് മരിച്ചാലും ഇല്ലെങ്കിലും നീ ഹോസ്പിറ്റലിൽ പോകണം, മഹേഷ് മരിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികളുടെ പേരിൽ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ നീ മേടിക്കണം, അതോ മഹേഷ് മരിച്ചിട്ടില്ലെങ്കിൽ മഹേഷിന് ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഭാര്യ പദവിയിലേക്ക് നീ പോകണം എന്നൊക്കെ സുമിത പറയണതനുസരിച്ചിട്ടാണ് കേട്ടോ രചന അങ്ങനെ തിരിച്ചു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ശേഷം അവിടെ അങ്ങനെ കുത്തിയിരിക്കുകയാണ് രചന. ആ സമയത്താണ് അവിടേക്ക് പോലീസുകാർ അന്വേഷണത്തിന് വരുന്നത് കേട്ടോ. അപ്പോൾ രചനക്ക് ഷോക്കാവാണ്, ഇവരെന്തിനാ ഇവിടെ വരുന്നത്, എന്ത് കാര്യമായിരിക്കണത്, ഒരു ആക്സിഡൻ്റ് അല്ലേ, അതുകൊണ്ട് വന്നതായിരിക്കുമെന്ന് രചന വിചാരിക്കുകയാണ്. അപ്പോൾ മഹേഷിനോട് ഇങ്ങനെ മഹേഷ് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഇഷിതടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഇഷിത ഡോക്ടർ നിങ്ങൾക്ക് ആരെയാണ് സംശയം, അല്ല നിങ്ങളുടെ വണ്ടിയുടെ ബ്രേക്ക് പെട്ടെന്ന് പോയി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഷിത പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സംശയമുണ്ട്, എൻ്റെ വണ്ടിയുടെ ബ്രേക്ക് നല്ല കണ്ടീഷനായിട്ടുള്ള വണ്ടിയാണ് എൻ്റെ വണ്ടി, പെട്ടെന്ന് അങ്ങനെ ബ്രേക്ക് പോകേണ്ട ഒരു കാര്യമില്ല, എനിക്കതിന് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ ശരി ഞങ്ങളത് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചേക്കണമെന്ന് പറയാണ്. അപ്പോൾ രചന പുറകെ നിൽക്കുന്നത് പോലീസുകാർ കാണുന്നുണ്ട്. ഇതാരാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട്, ഇത് മഹേഷിൻ്റെ ഫസ്റ്റ് വൈഫാണ് എന്ന് പറയാണ്. ഓഹോ അല്ല നിങ്ങൾ ഈ വാർത്ത എപ്പോഴും അറിഞ്ഞേന്ന് ചോദിക്കുകയാണ്. ഈ മഹേഷിൻ്റെ അപകട വാർത്ത നിങ്ങളാണ് ഇവിടെ ആദ്യം മഹേഷിനെ അന്വേഷിച്ച് വന്നതും മഹേഷിൻ്റെ ആ ഓപ്പറേഷൻ്റെ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്തതും ഒപ്പിട്ട് കൊടുത്തതും നിങ്ങളാണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതും രചന പറയുന്നുണ്ട്, അത് മോൻ്റെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർ പറഞ്ഞതാണ്. ഓഹോ അപ്പോൾ അദ്ദേഹമാണ് ഇത് കണ്ടിട്ടുണ്ടല്ലേ, അല്ല മഹേഷിന് ആക്സിഡൻറ്റ് നടന്നത് ഒരു 11 മണിയോടുകൂടിയാണല്ലോ, സ്കൂൾ ബസ്സൊക്കെ ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ സ്കൂളുകളിൽ എത്തിച്ചേരണതല്ലേ, പിന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ രചന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇഷിതക്കും ചെറിയ സംശയമൊക്കെ തോന്നുക കേട്ടോ. അങ്ങനെ രചന അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. പോലീസുകാർക്ക് ചില സംശയമൊക്കെ തോന്നുന്നുണ്ട്. അതേസമയം മഹേഷിൻ്റെ അസുഖം മഹേഷ് പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടി ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി ചേർന്നിട്ട് അമ്പലത്തിലൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമാണെങ്കിൽ ഇതുവരെ തന്നെ ഡാഡിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആദ്യം ശരിക്കും മഹേഷിന് വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ശയനപ്രദക്ഷിണം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ട മഹേഷിന് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കുകയാണ് ആദ്യം ചിപ്പിയും കൂടി കേട്ടോ. അതിൻ്റെ ഫലം കാണുന്നുമുണ്ട്, മഹേഷ് ഓക്കെ ആയിട്ടുണ്ട്. ശേഷമാണെങ്കിൽ പോലീസുകാർ പറയുന്നുണ്ട്, ഇഷിതടുത്ത് അപ്പോൾ എന്തായാലും നിങ്ങളൊരു കംപ്ലയിൻറ്റ് തന്ന സ്ഥിതിക്ക് ഞങ്ങൾക്ക് അന്വേഷിക്കണമല്ലോ, ഇപ്പോൾ കാറ് എവിടെയുള്ളത് വർക്ക്ഷോപ്പിലേക്ക് കൊടുത്തോന്ന് ചോദിക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ശരി ഞങ്ങളത് വർക്ക്ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പോലീസ് അവിടെ നിന്ന് പോവാണ്. ശേഷം ഇഷിതയുടെ കാറ് വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ വർക്ക്ഷോപ്പിലെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ കാറിൻ്റെ ഒരു കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് ആരും മനഃപൂർവ്വം കളഞ്ഞതാണ് എന്ന് പോലീസിനോട് പറയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇതിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഇഷിതൊക്കെ വെച്ച കെണിയിൽ മഹേഷ് വീണതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മഹേഷിൻ്റെ ഈ കാര്യം ഇഷിതടുത്ത് പറയുന്നുണ്ട് പോലീസുകാർ. ഡോക്ടർ ഇഷിത സംശയിച്ചത് വെറുതെ ആയില്ല, ശരിക്കും തന്നെയാണ്. ഡോക്ടർ ഇഷിത വേറൊന്നുമല്ല, നിങ്ങളുടെ കാറിൻ്റെ ബ്രേക്ക് കളഞ്ഞിരിക്കുകയാണെന്നോ? അതെ, വർക്ക്ഷോപ്പിൽ ആളെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രേക്ക് പോയതല്ല, അത് കളഞ്ഞതാണെന്ന്. അതിൻ്റെ വയറ് ഖണ്ഡിച്ചിട്ടുണ്ട്, ആരോ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടെന്ന് പറയാണ്.
അപ്പോൾ ഇഷിത എന്നാൽ അത് അന്വേഷിക്കണമല്ലോ എന്ന് പറയാണ്. അത് മിക്കവാറും നിങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലല്ലേ പാർക്കിംഗ്, അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് അവിടെ CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ അതുവഴി അന്വേഷിക്കാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ രചനക്ക് ആകെ ഷോക്കാവാട്ടോ. രചന അപ്പം തന്നെ സുമിയുടെ അടുത്ത് ഈ കാര്യം പറയണ്ട. എടി സുമി, പോലീസുകാർ അന്വേഷണം തുടങ്ങി, അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. മഹേഷ് ആണെന്നുണ്ടെങ്കിൽ കാറിൽ പോയപ്പോൾ ആ സമയത്തുള്ള കാറ് ഏതോ വർക്ക്ഷോപ്പിൽ കൊടുത്തു. ഇഷിതയ്ക്ക് എന്തോ സംശയമുണ്ട് അത്രേ ആ ആക്സിഡൻറ്റിന് പിന്നിൽ. അങ്ങനെ പോലീസുകാർ കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ അവർക്കത് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി കാറിൻ്റെ ബ്രേക്ക് പോയതല്ല, കളഞ്ഞതാണെന്ന്. ഇപ്പോൾ അതിൻ്റെ ഉള്ള അന്വേഷണമാണ്. ഈ ഇഷിതനെ കൊണ്ട് വല്ലാതെ തലവേദനയാണല്ലോ രചന എന്ന് സുമിത പറയുമ്പോൾ, അതേന്നേ ദേ നോക്ക്, എങ്ങാനും പിടിക്കപ്പെടാണെങ്കിൽ നീ എൻ്റെ പേരൊന്ന് പറഞ്ഞേക്കല്ലേ, ഞാൻ നിൻ്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇഷിതയായിട്ട് ഒരു വ്യക്തി വൈരാഗ്യവും ഇല്ല, ഒരു പ്രതികാരവും ഇല്ല. നീയും ഇഷിത തമ്മിലുള്ള പ്രശ്നമാണ്, അതിന് എൻ്റെ തലയിടല്ലേ എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, നീ അങ്ങനെ തലൂരി പോകാനൊക്കെ വരട്ടെ, നീയും കൂടി എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് അവസാന നിമിഷം നീ എന്നെ കയ്യൂരുവാണോ എന്നൊക്കെ രചന പറയുമ്പോൾ സുമിത നൈസായിട്ട് ഒഴിവാൻ വേണ്ടി നോക്കാട്ടോ. ശേഷം സുമിതക്ക് മനസ്സിലായി മഹേഷ് രക്ഷപ്പെടും, മഹേഷിന് ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് അവിടെ നിന്നെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സുമിത ശ്രമിക്കുന്നത്. കാരണം ഈ കേസ് എങ്ങനെ പെട്ട് കഴിഞ്ഞാൽ രചന മാത്രമല്ല കൂട്ടുപ്രതിയായിട്ട് സുമിതയും പിടികൂടുമെന്ന് മനസ്സിലാക്കുന്ന സുമിത നൈസായിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. പക്ഷെ രചന എവിടെ വിടുന്നു? രചന കുടുംബ കൂടെ സുമിതേനും കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ ആകാശിന് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ആകാശ് വിചാരിക്കുകയാണ് എന്തായാലും രചനനെ പോലീസ് പിടിക്കുകയാണെങ്കിൽ അങ്ങ് പിടിച്ചിട്ട് പോട്ടെ, അവളെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. ഇപ്പം മഹേഷിനെ പുറകെ നടക്കുകയാണല്ലോ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് ഒരിക്കലും അവളെ സഹായിക്കാനും പോണില്ല, മഹേഷ് അവളെ സ്നേഹിക്കാനും പോണില്ല. അല്ലെങ്കിലും അവളെ ആര് സ്നേഹിക്കാനാണ്? ശരിക്കും രചന ഒരു മന്ന ബുദ്ധി തന്നെയാണ്. ഒരിക്കലും ഉപേക്ഷിച്ച ഭാര്യനെ ഏത് ആണത്തുള്ള ആളാണ് സ്വീകരിക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം പൊട്ടിച്ചിരിക്കാട്ടോ. എന്തായാലും രചനയ്ക്കെതിരെ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാവും. രചന മിക്കവാറും ജയിലിലാവാനുള്ള എല്ലാ ചാൻസും കാണിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഈ പോലീസുകാർ വന്നിട്ട് അന്വേഷിക്കുമ്പോഴേക്കും ഇഷിത രചനനെ നോക്കുന്നൊരു നോട്ടമുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ നോട്ടത്തിൽ തീർന്നു രചന. അപ്പം തന്നെ രചനയുടെ കള്ളത്തരങ്ങൾ, രചന ഇങ്ങനെ പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മുഖമൊക്കെ വെട്ടി വീർത്ത് ഒഴുകാണ്. അതൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ പോലീസുകാർക്കും സംശയമുണ്ട്, അതുപോലെ തന്നെ ഇഷിതക്കും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇഷിത ഈ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. നല്ല അടിപൊളി എപ്പിസോഡ്സിനെ വേണ്ടിയിട്ട് നാളത്തെ പ്രൊമോയിൽ ആദ്യം അതുപോലെ തന്നെ ചിപ്പിയും കൂടി അമ്പലത്തിൽ പോകുന്നതും പിന്നെ ഇഷിതയെടുത്ത് ഡോക്ടർ മഹേഷ് ഒന്ന് റിക്കവറായി ചെറിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയണതും പിന്നെ പോലീസുകാർ അന്വേഷണത്തിൻ്റെ രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രമേ നാളത്തെ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.